പ്രതിപക്ഷ നേതാവും CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയന്റെ മകൾ വീണ വിജയന് ഇഡിക്ക് മുന്നിൽ ഹാജരാകാൻ നോട്ടീസ് നൽകിയത് വെള്ളിയാഴ്ചയായിരുന്നു, അതായത് ഇന്നായിരുന്നു. എന്നാൽ തനിക്ക് സുഖമില്ലാത്തതിനാൽ ഹാജരാകാൻ കഴിയില്ലെന്ന് തിരിച്ചൊരു മെയിൽ അയച്ചു. വീണ്ടും ED നോട്ടീസ് നൽകിയിരിക്കുന്നു, ബുധനാഴ്ച ഹാജരാകണമെന്നാവശ്യപ്പെട്ട്. വീണ ഹാജരാകുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങൾ അറിയാം. പക്ഷേ രണ്ടും കൽപ്പിച്ചാണ് EDയുടെ നീക്കമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇഡിയുടെ നീക്കം രണ്ടും കൽപ്പിച്ചാണെന്നുള്ളത് നമ്മൾ ഏതാണ്ട് ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും റെയ്ഡിന് ശേഷം ഇഡിക്കെതിരെ ഉണ്ടായിട്ടുള്ള കായികമായ ആക്രമണം, അവരെ കാറിടിച്ച് തകർക്കുക, അവരെ പരിക്കേൽപ്പിക്കുക. സ്വാഭാവികമായും EDയെ സംബന്ധിച്ചിടത്തോളം ഈ കേന്ദ്ര സർക്കാരിന് വേണ്ടെങ്കിൽ EDയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ചിലപ്പോൾ അതിലൊരു പ്രശ്നം ഉണ്ടാവും. ഇവിടെ തെറ്റായൊരു കാര്യമല്ലേ ചെയ്തത് അർത്ഥത്തിൽ. അപ്പം അതുകൊണ്ട് ED ശക്തമായി പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്ന സിഗ്നൽ. ഇതിൽ ഇനിയിപ്പോൾ ഒരു ഗുണമുണ്ട്, ഇതിപ്പോൾ പാർട്ടിയായിട്ട് യാതൊരു ബന്ധവുമില്ല. വീണ വിജയൻ എന്ന് പറയുന്നത് പിണറായി വിജയന്റെ മകളാണ് എന്നുള്ളതല്ലല്ലോ കാര്യം. അവരൊരു വ്യക്തിയാണ്, അവരൊരു കമ്പനിയാണ്. ആ കമ്പനി ടു കമ്പനി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വ്യക്തി അഴിമതി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർക്കോ അവരുടെ അച്ഛനോ അല്ലെങ്കിൽ ഈ അഴിമതി കഴിഞ്ഞതിന് ശേഷം അവർ വിവാഹം കഴിച്ച ഭർത്താവിനോ അതിന് യാതൊരു പങ്കുമില്ല. അങ്ങനെയാണ് പാർട്ടി ഇപ്പോൾ കൈയൊഴിഞ്ഞു. എല്ലാവരും പറഞ്ഞു അത് NN കൃഷ്ണദാസും ശൈലജ ടീച്ചറും ഒക്കെ പറഞ്ഞു അത് പാർട്ടിയുടെ വിഷയമല്ല. അപ്പോൾ പിന്നെ അതിനെപ്പറ്റി രാഷ്ട്രീയം നമുക്ക് ചർച്ച ചെയ്യണ്ട. രണ്ടാമത് അതിൽ വരാൻ പോകുന്ന പ്രശ്നം, ഇപ്പോൾ വീണയ്ക്ക് ഒരു പ്രാവശ്യം കൂടി പോവാം, വേണമെങ്കിൽ അടുത്ത ആഴ്ചയും വേണമെങ്കിൽ സുഖമില്ല എന്ന് പറയാം. 3 പ്രാവശ്യം അവർ മിക്കവാറും കൊടുക്കും ചാൻസ്, ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ. മൂന്നാമത് കഴിഞ്ഞാൽ പിന്നെ വാറണ്ട് വന്നാൽ ഇത് സാക്ഷിയല്ല, അവർ പ്രതിസ്ഥാനത്ത് വരാൻ സാധ്യതയുള്ള, അക്യൂസ്ഡ് ആവാൻ സാധ്യതയുള്ള ഒരാളാണ്. സാക്ഷിയാണെങ്കിൽ ചിലപ്പോൾ വേറെ ഇളവ് കൊടുക്കാം. ഇതങ്ങനെയല്ല. മാത്രമല്ല ഇപ്പം അവരുടെ കയ്യിൽ എല്ലാ ഡോക്യുമെന്റ്സും ഉണ്ട് EDയുടെ. കഴിഞ്ഞ തവണ വീണ ചോദ്യം ചെയ്ത പോലെയല്ല. CMRLന്റെ ആളുകൾ ഇന്ന് പോയിട്ടുണ്ടാവും, കുറേ ആൾ പോയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. CMRLന്റെ മൊഴിയൊക്കെ അവരെടുത്തിട്ടുണ്ട്, ഡോക്യുമെന്റ്സ് മുഴുവൻ അവർ ശേഖരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇനി ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായ ചോദ്യമായിരിക്കില്ല. ഇതിനു മുമ്പ് ഇവർ കൊടുത്ത മൊഴികളുണ്ട്, ആദായ നികുതി വകുപ്പിന് ഇവർ കൊടുത്ത മൊഴികളുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ ഒരു പ്രശ്നമുള്ളത് മാറ്റി പറയാൻ ബുദ്ധിമുട്ടുണ്ട്. മാത്രമല്ല EDയുടെ ഒരു പ്രത്യേക ചോദ്യം ചെയ്യലെന്ന് പറഞ്ഞാൽ തിരിച്ചും മറിച്ചും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും. ഈ കഴിഞ്ഞ ദിവസം EDയുടെ മുമ്പിൽ പോയ മറ്റൊരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞത്, ഞാൻ അദ്ദേഹത്തിന് വ്യക്തിപരമായി കണ്ടിരുന്നു, കുഴപ്പിച്ച് കുളമാക്കി കളയുന്ന 5 ആൾ 6 ആളിരുന്ന് ചോദ്യം ചെയ്യാന്ന്. അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചാൽ അവരുടെ എല്ലാ ഡോക്യുമെന്റും ഉണ്ടല്ലോ. ഒരാൾ ചോദിക്കും, അതിന്റെ കണ്ടിന്യൂഷൻ വേറൊരാൾ ചോദിക്കും, അതിന്റെ കണ്ടിന്യൂഷൻ വേറൊരാൾ ചോദിക്കും. ഉപദ്രവിക്കൊന്നുമില്ല, പക്ഷെ ചോദ്യം ചെയ്ത് മനുഷ്യനെ ശരിയാക്കും. ആദ്യം തന്നെ കുറേ നേരം അവിടെ കൊണ്ടുപോയിരുത്തുന്നവരാണ് ഇവര് വെറുതെ. അപ്പൊ അങ്ങനെ ഒരുമാതിരി ഭേദ്യം ചെയ്യുന്ന രൂപത്തിൽ ചോദ്യങ്ങൾ വരും. ആ ചോദ്യങ്ങൾക്ക് വീണയ്ക്ക് എങ്ങനെ മറുപടി പറയാൻ പറ്റും? വക്കീൽ പറ്റില്ല. മാത്രമല്ല അവിടെയുള്ള ഒരു പ്രധാന പ്രശ്നം, ഇവിടെ കൊടുക്കുന്ന മൊഴി അന്തിമ മൊഴിയാണ്. ഇതൊരു ജുഡീഷ്യൽ സ്വഭാവമുള്ള സംഗതിയാണ്. നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി 4 ഇടി കിട്ടി പറഞ്ഞ മാതിരിയല്ല. പോലീസ് സ്റ്റേഷനിൽ പോയി 2 ഇടി കിട്ടിയാൽ ഞാൻ രാഹുൽ ഗാന്ധിയെ കൊന്നത് അല്ല രാജീവ് ഗാന്ധിയെ കൊന്നത് ഞാനാന്ന് വേണ്ടി ഞാൻ പറയും. പക്ഷെ ഇതല്ല. ഇവിടെ ജുഡീഷ്യൽ ക്വാളിറ്റിയുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അങ്ങനെ വരുമ്പോൾ കോടതിയിൽ പോയിട്ട് ഞങ്ങൾ അങ്ങനെ പറഞ്ഞില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള പ്രശ്നമുണ്ട്. അപ്പം ഇതിൽ ED വേണമെന്ന് തീരുമാനിച്ചാൽ പെടാം. പക്ഷേ എത്ര പെടും, എവിടെ വരെയൊക്കെ പെടും എന്നുള്ളത്, ഏതൊക്കെ നിയമമനുസരിച്ചാണ് ഇവരെ വിളിക്കുന്നത് എന്ന ചോദ്യമുണ്ട്. ഇപ്പോൾ ഇവരിൽ നിന്ന് പണം വാങ്ങി എന്നുള്ളതാണല്ലോ പ്രധാന കേസ്. CMRL നിന്ന് 2.25 കോടി രൂപ കൈപ്പറ്റി. എന്തിന് കൈപ്പറ്റിയില്ല. അത് അവിടെ കൊണ്ട് അവസാനിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല, പിന്നെ പക്ഷെ ആ പണം ആർക്ക് വേണ്ടി കൈപ്പറ്റി എന്ന ചോദ്യം വരും. ഇനി ഏതെങ്കിലും വിധത്തിൽ ഈ പണം മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയ്ക്ക് കൈപ്പറ്റിയതിൻ്റെ ഫലമായി CMRL കമ്പനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ലാഭം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ? പ്രത്യേകിച്ചും കരിമണലുമായി ബന്ധപ്പെട്ട വലിയൊരു പ്രതിസന്ധി നിൽക്കുന്നുണ്ട്. കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് സൗജന്യം ചെയ്തു കൊടുത്തു. തോട്ടപ്പള്ളിയിൽ ഖനനത്തിന് ഡിസാസ്റ്റർ മാനേജ്മെന്റ് റൂൾ അനുസരിച്ച് ഒരു അനുമതിയുമില്ലാതെ ഖനനത്തിന് അനുമതി കൊടുത്തു. ഇത് ഈ കാലഘട്ടമായിട്ട് മാച്ച് ചെയ്ത് പോകുമ്പോൾ ചെറിയ ചോദ്യങ്ങൾ വരും, ചെറുതല്ല വലിയ ചോദ്യങ്ങൾ വരും. നേരെ മറിച്ചപ്പോൾ അത് പാർട്ടിക്കാണ് കൊടുത്തെച്ചാൽ കുഴപ്പമില്ല. ഇപ്പോൾ വീണ പറയാണ് ഞാനത് CPM-ന് സംഭാവന ചെയ്തു, CPM പറഞ്ഞിട്ടാണ് അത് വാങ്ങിച്ചത്, ഒരു കുഴപ്പമില്ല. CPM അത് റെസീറ്റ് ചെയ്തിട്ടുണ്ടോ? വീണ വിജയന് CPM-ന് സംഭാവന കൊടുക്കാം, അല്ലെങ്കിൽ CMRL കൊടുത്തിട്ടുണ്ടല്ലോ, എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുക്കാം. പാർട്ടിക്ക് സംഭാവന കൊടുക്കുന്നതിന് നിയമപരമായ ചില സംരക്ഷണങ്ങളും ഉണ്ട്. ആ പാർട്ടികൾക്ക് കൊടുക്കുന്ന പൈസ ആദായ നികുതിയുടെ ഒഴിവാക്കിയിട്ട് അങ്ങനെ ചില പരിപാടികളുണ്ട്.
പക്ഷേ പാർട്ടിക്കാണോ വീണ കൊടുത്തത്? ആ ചോദ്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇനി ഉണ്ടാവുന്ന പ്രശ്നം എന്താ വെച്ചാൽ, ഇതുവരെ വീണയ്ക്ക് കിട്ടിയിരുന്ന ഒരു പ്രൊട്ടക്ഷൻ, ഒരു പ്രൊട്ടക്ഷൻ്റെ ഒരു വലയമുണ്ട്. ആ വലയം തകർന്നിരിക്കും. ഇനി അവർ ഒറ്റയ്ക്ക് നേരിടണം. അവർ ബിസിനസ്സുകാരിയാണ്, ഒറ്റയ്ക്ക് നേരിട്ടോളൂ എന്നൊക്കെ കൃഷ്ണദാസ് പറയുന്നുണ്ട്. പക്ഷെ അതങ്ങനെ ഒറ്റയ്ക്ക് നേരിടാൻ പറ്റുന്നതാണോ എന്നുള്ളത് ഒരു തർക്ക വിഷയമാണ്, സംശയമാണ് എനിക്ക്. കാരണം ഏതൊക്കെ കേസ് അവർ വരുത്തിയിട്ടുണ്ട്, ഇനി കോഫേപ്പോസ പോലെയുള്ളത് വല്ലതും പെടുത്തിയിട്ടുണ്ടോ? അപ്പം നമുക്കറിയാം, പഴയ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ലോക്കർ ഒരു വിവാദം വലിയ തോതിൽ പൊങ്ങി. അതിലൊരു ലോക്കറിൽ മറ്റേ സ്വപ്നയുടെയും ശിവശങ്കറിൻ്റെയും ഒക്കെ ഉണ്ടെന്ന് കണ്ടിരുന്നു. ഇവർക്ക് 6-7 ലോക്കർ എവിടെയോ ഉണ്ടെന്നാണ് ചില ഇതികളിൽ നിന്ന്, കമ്മ്യൂണിക്കേഷനിൽ നിന്ന് ED മനസ്സിലാക്കിയിട്ടുള്ളതെന്നാണ് നമ്മൾ കേൾക്കണം. അങ്ങനെ ലോക്കർ ഉണ്ടെങ്കിൽ ആ ലോക്കർ എന്തിനായിരുന്നു, എവിടെയായിരുന്നു, എന്തിനാ വച്ചിരുന്നത്, അതിലെന്താ വച്ചിരുന്നത്, ഇപ്പോൾ ലോക്കർ ഉണ്ടോ? ഇത്തരം ചോദ്യങ്ങൾ വരികയാണെങ്കിൽ ലോക്കർ തുറക്കേണ്ടി വരും. ചിലപ്പോൾ ഒരു ലോക്കർ തുറക്കും എന്നാണ് ഇപ്പോൾ കേൾക്കണേ. തുറന്നിട്ടുണ്ടാവും, അറിയില്ല. അതിലെന്താ ഡോക്യുമെൻ്റ് വെച്ചിട്ടില്ലേ, അതിലേതെങ്കിലും തരത്തിലുള്ള ഡീലുണ്ടോ? ഇങ്ങനെയുള്ള നിരവധി കുഴക്കുന്ന ചോദ്യങ്ങൾ പല ആംഗിളിൽ നിന്ന് വരുമ്പോൾ അതിന് വളരെ നമുക്ക് വലിയ ഉറപ്പില്ലെങ്കിൽ ആ ഉത്തരം പറയാൻ പറ്റില്ല. നമ്മൾ മാറിപ്പോ ഉത്തരം. ആദ്യം പറഞ്ഞ ഉത്തരത്തിന് വിപരീതമായിരിക്കും പിന്നെ പറയുന്ന ഉത്തരം. ഇത്തരത്തിലുള്ള ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ഒരു ചോദ്യം ചെയ്യൽ, ആ ചോദ്യം ചെയ്യലിൽ എത്രത്തോളം പിടിച്ചു നിൽക്കാൻ വീണ തൈക്കണ്ടിക്ക് കഴിയുമെന്നത് വലിയ ചോദ്യമാണ്. എനിക്ക് തോന്നുന്നത് അവർ ബ്രേക്ക് ഡൗൺ ആയാൽ പിന്നെ പ്രശ്നമാണ്. പിണറായി വിജയന്റെ വസതിയിലടക്കം ED റെയ്ഡ് നടത്തിയപ്പോൾ വലിയ പ്രതിരോധം തീർത്ത CPM-നെ കണ്ടതാണ്. നിരവധി പ്രവർത്തകർ ഇപ്പോഴും ജയിലിൽ കഴിയുകയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസമൊക്കെ പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെ ആളുകൾ പറഞ്ഞത്, പിണറായി വിജയനെതിരെയുള്ള ഒരു ആക്രമണം ഉണ്ടായാൽ അല്ലെങ്കിൽ ED-യുടെ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പകപോക്കൽ ഉണ്ടായാൽ മാത്രമേ ഞങ്ങൾ പ്രതിരോധിക്കാനുള്ളൂ, വീണ സ്വന്തം നിലയിൽ നേരിടുമെന്നാണ്. എന്തുകൊണ്ടാണ് പാർട്ടിക്ക് ഒരു മാനസാന്തരം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം വന്നത്? അല്ല, മാനസാന്തരം ഉണ്ടായത് വളരെ കൃത്യമാണ്. ED അതിൻ്റെ ശരിക്കുള്ള സ്വഭാവം കാണിച്ചു ഇവര് തടഞ്ഞപ്പോൾ. 1. 2, അതിൽ 1 ഹൈക്കോടതിയുടെ വിധി അതിൽ വളരെ ക്ലിയർ ആയിട്ടുണ്ട്. ഈ ഗോവിന്ദൻ മാഷും ഈ ആളുകളും AK ബാലനടക്കം ഉള്ളവർ മുമ്പ് എന്താ പറഞ്ഞിരുന്നത്? 2 കമ്പനി തമ്മിലുള്ള ഇടപാട്, വരുമാനം കിട്ടിയ അവർ ടാക്സ് അടച്ചു. ഈ എക്സാലോജിക്ക് ടാക്സ് അടച്ചു, അവർക്ക് വരുമാനം കിട്ടി, അവർ കണക്ക് കൊടുത്തു എന്നറിയേണ്ട കാര്യം പാർട്ടിക്ക് എന്തിരിക്കുന്നു? ഈ പാർട്ടി നേതാക്കന്മാരല്ലേ ഇതൊക്കെ ന്യായീകരിച്ച് ചാനലിൽ വന്നിരുന്ന് ന്യായീകരിച്ച പാർട്ടി ഹാൻഡിലുകളെ നമുക്കറിയാം. ഇതെന്താ അതവർ എന്താ ഒരു കമ്പനി കാശ് കൊടുത്ത് നിങ്ങൾക്ക് എന്താ വിരോധം? ആദായ നികുതിക്കാരുടെ കേസ് കഴിഞ്ഞതല്ലേ, എന്തിനാ ഇവരിത് ന്യായീകരിക്കാൻ പോയേ? ഇതുവരെ അവർ ന്യായീകരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ന്യായീകരണത്തിന് ഒരു ഒതുക്ക് വന്നത്. ഇപ്പൊ പറഞ്ഞു പിണറായി വിജയനെ രക്ഷിക്കാനാണ്. പിണറായി വിജയനെതിരെ കേസില്ലല്ലോ. പിണറായി വിജയനെതിരെ ആകെയുള്ള ഒരു കേസ് ലാവലിൻ്റെ അവിടെ കിടക്കുന്ന, സുപ്രീം കോടതി കിടക്കുന്ന, വേറെ എവിടെ ഇല്ലല്ലോ. പിന്നെ എന്തിനാ അവർ പോയത്? അപ്പൊ പിണറായി വിജയനെ ആക്രമിക്കാൻ, പാർട്ടിയെ ആക്രമിക്കാൻ പിണറായി വിജയന്റെ മകൾക്കെതിരെ കേസെടുക്കുന്നു എന്നൊരു വാദമല്ലേ ഇതുവരെ ഉന്നയിച്ചത്. ഇപ്പൊ ആ വാദമില്ലല്ലോ. ഇപ്പൊ മനസ്സിലായോ? പിണറായി വിജയനെതിരെ മകൾ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന്. പിന്നെ കുറ്റം ചെയ്തിട്ടുണ്ട് മകൾ എന്ന് പറഞ്ഞാൽ പിന്നെ പ്രശ്നമുണ്ട്. എന്തിനാ കുറ്റം ചെയ്തു എന്നുള്ള ചോദ്യം വരും. പാർട്ടി അതിൽ നിന്ന് ഒഴിയാനാണ് ഇപ്പൊ നോക്കണേ. ഇനി കൂടുതൽ ന്യായീകരിച്ച് മെഴുകാൻ നിന്നാൽ ഇത് പാർട്ടി ഏതോ തെറ്റ് ചെയ്തിട്ട് ന്യായീകരിക്കുന്നതാണെന്ന് വരും. ഒരു ചോദ്യം കൂടി ഉണ്ട് പ്രധാനം. ഈ വീണ വിജയന്റെ അഡ്രസ്സ് AKG സെന്ററാണ്, കമ്പനിയുടെ. അത് വേണ്ടത്ര ചർച്ച ചെയ്തില്ല. AKG സെന്റർ റെയ്ഡ് ചെയ്യാൻ വേണമെങ്കിൽ ഒരാൾക്ക് റെയ്ഡൊക്കെ ചെയ്യാം, ലീഗലി പോസിബിൾ. കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് റെയ്ഡ് ചെയ്തൂടെ? ഒരു കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് നിങ്ങൾക്ക് റെയ്ഡ് ചെയ്യാൻ പറ്റില്ലേ? പറ്റുമല്ലോ, കമ്പനിയല്ലേ. SFIO പോലൊരു സ്ഥാപനത്തിന്, അവരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷൻ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ കമ്പനി നിയമങ്ങളാണ് അവർ നോക്കുന്നത്, കമ്പനി ഫ്രോഡുകളാണ്. അവർക്ക് ആ കമ്പനിയുടെ ഹെഡ് ഓഫീസ് X എന്നൊരു സ്ഥലമാണ്, അവർക്ക് കയറാമല്ലോ. പിന്നെ അവർക്ക് പവർ ഉണ്ട്. അത്ഭുതപ്പെടാനില്ല. ഇല്ല, അത് ഞാൻ പറഞ്ഞത്. അപ്പൊ അത് ഒഴിവാക്കാനാണ് ഇപ്പോൾ വീണയായിട്ട് പൊക്കോട്ടെ, നിയമമായിട്ട് പൊക്കോട്ടെ എന്ന് പറയുന്നത്. പക്ഷെ അത് അങ്ങനെ എളുപ്പത്തിൽ അത് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിലെ CPM-നെ സംബന്ധിച്ചിടത്തോളം ചെകുത്താന്റെയും കടലിന്റെയും നടുക്കാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. തീർച്ചയായിട്ടും. അല്ല, അവര് വലിയ പ്രതിസന്ധിയിലാണ്. ഈ വർത്തമാനമൊക്കെ പറയും, ഇപ്പൊ സതീശനെ കളിയാക്കും, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ കൊടുത്ത് ശരിയല്ല എന്നുള്ള വർത്തമാനമൊക്കെ പറയും. പക്ഷേ അവരുടെ ആന്തരിക പ്രതിസന്ധി വളരെ രൂക്ഷമാണ്. ഇപ്പോഴും കാരണഭൂതനെ തള്ളി പറയാൻ പാർട്ടി നേതൃത്വം തയ്യാറായിട്ടില്ലല്ലോ. ഏതാണ്ട് എല്ലാ ജില്ലാ കമ്മിറ്റികളും കാരണഭൂതനും MP ഗോവിന്ദനുമാണ് പ്രശ്നം എന്ന് പറഞ്ഞു. പക്ഷേ
സംസ്ഥാന കമ്മിറ്റി ഇപ്പോഴും അവരെ സംരക്ഷിക്കുകയാണ്. ഇത് വലിയൊരു വൈരുദ്ധ്യം ഉണ്ടാകും.